ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ ഇവിടെ 9:51 10 മണിയായി. 4 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. ഈ പഹയന്മാര് പോയില്ല. അതാണ്ട് നമ്മളെ മുമ്പിൽ കിടക്കുന്ന വേഗനറാണ് ആള്. ഏതായാലും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 9:51 10 മണിയായി. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പരിപാടി തുടങ്ങണം. എന്തായാലും ഇന്നലത്തെ അതേ സമയം രാത്രി വരെ നമ്മൾ ഓടും. ഏകദേശം ഒരു എമൗണ്ട് എത്തിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ രാവിലെ ഇറങ്ങിയിട്ട് കുറേ ആയല്ലോ ഫുൾ ടൈം ഓടിയിട്ട്. അപ്പോൾ ഏതായാലും ട്രിപ്പ് അടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ഇവിടുന്ന് ഏതായാലും ചായ അടിക്കട്ടെ. നമ്മളിവിടെ ഇൻഫോ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇൻഫോ പാർക്ക് എനിക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്തുനിന്നായിരുന്നു പിക്കപ്പ് ഉണ്ടായിരുന്നത്. 323 രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു. മുപ്പത്തടുത്തുനിന്ന് 15 കിലോമീറ്റർ 16 കിലോമീറ്റർ 39 മിനിറ്റ് കൊണ്ട് എത്തി. എന്നിട്ടും കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാക്കനാട് ജംഗ്ഷനിൽ എന്തോ പാർട്ടി പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പ് അത്യാവശ്യം ഒരു എമൗണ്ടിൽ 419 ടോട്ടൽ നമ്മൾ ക്യാഷ് കളക്ട് ചെയ്തു. 100 രൂപ കമ്മീഷൻ പോയി. 323 രൂപ നമുക്ക് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിലാണുള്ളത്. നമ്മൾ കുറച്ചും കൂടി ഒരു 400 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നാളത്തെ ട്രിനിറ്റി വേൾഡ് ഫ്ലാറ്റ് കിട്ടും, ആംബിയൻസിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ കുറേ ടാക്സികളുണ്ട്. അവിടെയാണ് നമ്മളെ പ്രതീക്ഷയുള്ള ഫ്ലാറ്റ്. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഈ ട്രിപ്പ് ക്യാൻസൽ ആവാതെ ഏതായാലും നന്നായി. എനിക്ക് വണ്ടിൻ്റെ അടുത്ത് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഞാൻ ക്യാൻസൽ ആവുമെന്ന് കരുതി. ക്യാൻസൽ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഹോൾഡ് ചെയ്യും. കാരണം ഇന്നലെ 2 ട്രിപ്പ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ എൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ദയവായി നിങ്ങൾ എടുക്കുന്ന ട്രിപ്പുകൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 വന്നതിന് ശേഷമാണ് മെസ്സേജ് വന്നത്. ഇനിയും അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പ് പഠിച്ചിട്ട് കസ്റ്റമർ ക്യാൻസൽ ചെയ്താലും നമ്മൾ അക്കൗണ്ട് ഹോൾഡ് ചെയ്യും. കാരണം ഒരു ട്രിപ്പ് നമ്മളാണ് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ അതിന് പുറമെ വീണ്ടും തുടർച്ചയായിട്ട് 2 കൂടി പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഏതായാലും ഈ ട്രിപ്പ് നമുക്ക് കിട്ടി. പിന്നെ എന്തായാലും കൈനീട്ടം ഉഷാറായിട്ടുണ്ട് 300 സംതിങ്ങിന്. ഇനി ബാക്കിയുള്ളത് എങ്ങനെയുണ്ട് എന്ന് നോക്കി നോക്കാം. ഏതായാലും നമുക്ക് ട്രിനിറ്റി വേൾഡിൻ്റെ അവിടെ ആംബിയൻസിൻ്റെ അവിടെ പോയിരിക്കാം. കുറേ സമയം അവിടെ നിന്ന് 1:24 ഇപ്പോൾ സമയം. ഇതുവരെ ട്രിപ്പ് അടിച്ചില്ല. ട്രിപ്പ് വളരെ ശോകമാണ്. ട്രിപ്പ് നമുക്ക് ഇനി ഏതായാലും ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങി നോക്കാം. കുറച്ച് CNG പോയാലും കുഴപ്പമില്ല. അവിടെ ഇങ്ങനെ വെയിലത്ത് നിർത്തിയിട്ടൊരു കാര്യമല്ല. സാധാരണ നമ്മുടെ സ്പോട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ട്രിപ്പ് അടിയാലുണ്ട്. ഇന്നിപ്പോൾ ട്രിപ്പില്ലാത്തതുകൊണ്ട് ആകെ മൂഞ്ചി നിൽക്കുകയാണ്. നോക്കണോടത്തൊക്കെ വണ്ടികൾ. അവിടെ ഇതൊരു കേട്ടന്നെ കിടക്കണേ. ട്രിപ്പ് ഉണ്ടോന്നാവും. 1:24 കുറേ സമയമായി പോസ്റ്റ് കിട്ടിയിട്ട്. ഏതായാലും നമുക്കിവിടെ ട്രിനിറ്റി വേൾഡിൻ്റെ അവിടേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കണോ എന്ന് ആലോചിക്കുന്നുണ്ട്. അവിടെ ഇറങ്ങിയാൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവുമോ എന്നറിയില്ല ട്രിനിറ്റി വേൾഡിൻ്റെ അവിടെ. ഏതായാലും ഒന്ന് ഇറങ്ങി നോക്കാം. അവിടെ ഇറങ്ങിയിട്ട് അവിടെ ഒരു അരമണിക്കൂർ നിന്നിട്ട് കിട്ടിയില്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകാം. നമ്മളിവിടെ ട്രിനിറ്റി വേൾഡിൻ്റെ അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവിടെ ഇറക്കത്തിൽ നിർത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് 2-3 വണ്ടികൾ ഈ ഇറക്കത്തിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റാപ്പിഡോ, യാത്രി, ഊബർ എല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 1:31 ആയിട്ടുണ്ട്. നമ്മൾ 2 മണി വരെ അവിടെ നിൽക്കും. കാരണം ഇതിൻ്റെ ഒരു 200 മീറ്റർ അപ്പുറത്താണ് നമ്മൾ ഇതുവരെ നിന്നത്. എന്നിട്ട് നമുക്ക് അടിച്ചിട്ടില്ല. അപ്പോൾ ഒരു അരമണിക്കൂർ കൂടെ നിൽക്കുക. കഴിഞ്ഞിട്ട് നമ്മൾ ആ കാക്കനാട് ഭാഗത്തേക്ക് തിരിക്കും. ഭാഗ്യത്തിന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ കരുതിയ സ്ഥലത്ത് നിന്ന് തന്നെ ട്രിനിറ്റി വേൾഡിൽ നിന്ന് ജുപ്പിറ്റർ എന്ന് പറഞ്ഞ ഈ ടവറിൽ നിന്ന് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. കസ്റ്റമറിനെ ഞാൻ വിളിച്ചു. അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും ഒരു 300 രൂപയുടെ ഒരു ട്രിപ്പാണ്. അപ്പോൾ ഏകദേശം ഒരു 600 രൂപയാവും. എങ്ങോട്ടാണ് ഞാൻ നോക്കിയില്ല. ഞാനൊരു കോള് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ട്രിപ്പ് വന്നത് ഞാൻ കേട്ടില്ല. അപ്പോൾ അങ്ങനെ വല്ല ട്രിപ്പും വന്നു പോയിക്കണോ എന്നറിയില്ല.
ഇല്ല, വന്ന് പോയിട്ടുണ്ടാവില്ല. വന്ന് പോയിക്കണമെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് റേറ്റ് കുറയും. അതൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഈ ട്രിപ്പ് ക്ലോസ് ചെയ്യട്ടെ. 300 എത്ര ഉണ്ട് എവിടേക്ക് സ്ഥലം ഞാൻ നോക്കിയില്ല. അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തു. നമ്മളത് ടോട്ടൽ 618 രൂപയായി. മറ്റേ ഇപ്പോൾ പോകുന്നത് 295 രൂപയുടെ ട്രിപ്പായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഓടിയത്. 1:40 നമ്മൾ പിക്കപ്പ് ചെയ്തു. ഇപ്പോൾ 2:26 അവർ ഒരു മരണ വീട്ടിലേക്കായിരുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം അടുത്താണ്. ഇവിടെ വേറൊരു വാഗനർ കിടക്കുന്നുണ്ട്. നമ്മളിന്ന് എന്തായാലും ഇന്നലത്തെ പോലെ ഒരു 10-11 മണി വരെ ഓടാനുള്ള പ്ലാൻ ഉണ്ട്. നമുക്കൊരു 3000 രൂപ എങ്ങനെയും ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറേ ദിവസമായി 3000 ഒക്കെ ഒപ്പിച്ചിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഓടിയത് 1900 ആയിരുന്നു. ലാസ്റ്റ് 3000 ഒക്കെ ആയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഏതായാലും ഇനി 3000 ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം ഇന്ന്. അങ്ങനെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഡോക്ടർ ഖദീജ. ഇവിടെ ആളിറങ്ങി നിൽക്കുന്നുണ്ട്. ഇതേതാ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അതൊരു ആളടുത്തേക്ക് ചെന്ന് നോക്കട്ടെ. ഇപ്പം അടിച്ച ട്രിപ്പ് നമ്മളെ ആസ്റ്റർമൻ സിറ്റിക്കാണ് ട്രിപ്പ് ഉണ്ടായിരുന്നത്. അത് ക്ലോസ് ആയി. ടോട്ടൽ 888 രൂപയായി. 269 രൂപ ഈ ട്രിപ്പിന് നമുക്ക് കിട്ടി. നല്ല ആൾക്കൂട്ടം അവിടെ കാണുന്നുണ്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിൻ്റെ സ്ഥലത്ത്. ചിലപ്പോൾ ഇവിടുന്ന് ഒരു റിട്ടേൺ ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. യാത്രി റാപ്പിഡൊക്കെ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു റൗണ്ടും കൂടി ഇതിനുള്ളിൽ വെറുതെ ഒന്ന് പോയി ചുറ്റി നോക്കാം. അഥവാ എങ്ങാനും കിട്ടിയാലോ. കിട്ടിയാൽ കഴിച്ചിലായി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നീങ്ങാം. ഒരു റൗണ്ടും പാടെ ഒന്ന് ചുറ്റി നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്തിട്ട് പോവാം. ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഒരു റൗണ്ട് നമ്മൾ ചുറ്റി, പിന്നെ രക്ഷ ട്രിപ്പ് അടിച്ചില്ല. അപ്പോൾ ഇനി ഇവിടെ റോഡ് സൈഡിൽ നമ്മളെ സ്ഥിരം വരുന്ന ഹോട്ടൽ, ഇതാണ് ഹോട്ടലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടേ ഓണാക്കുന്നുള്ളൂ. ഓഫാക്കട്ടെ. അപ്പോൾ ഇനി ചോറ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും ആസ്റ്റർ വഴി പോവാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആസ്റ്റർ വഴി പോയിട്ട് അമൃതൻ്റെ അവിടെ പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. തൃക്കാക്കരക്ക് വാഴക്കാല 236 എന്തോ രൂപ ഉണ്ട്. ഏതായാലും ആളെ പോയി പിക്ക് ചെയ്യട്ടെ. ആളെ പിക്കപ്പിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് ഇറങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അവിടെ സ്കൂട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ഉണ്ടോ ഇത്ര ഒരു എഡ്ജുള്ള ഒരു സംഭവമാണ്. അപ്പൊ ചിലപ്പോൾ നിലം തട്ടും. ആള് അവിടെ നിൽക്കുന്നുണ്ട്. ആള് കുറച്ചിങ്ങോട്ടൊന്ന് നടന്ന് പോന്നാൽ മതി. ആളിനോടാണ്ട് വരാൻ പറഞ്ഞു. എന്താവും അറിയില്ല. നിലം തട്ടോ നോക്കി നോക്കട്ടെ. നിലം തട്ടിയാൽ ഞാൻ റിവേഴ്സ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് പോകും. കാരണം ആ വരുന്ന ആളാണ്. ഇങ്ങോട്ട് നടന്നു പോന്നാൽ മതി. അവിടെ ഒരാളും പാടുണ്ട്. എന്തായാലും നോക്കട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ കാക്കനാട് പടമുകൾ CNG പമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഇവിടെ ഉണ്ടോ ഒരു പോസ്റ്റ് കത്തിക്കണോ അതിനെന്തൊക്കെ പറഞ്ഞപ്പോൾ പ്രഷർ ഇല്ലയെന്ന് പറഞ്ഞു. 190 ഉള്ളൂ പ്രഷർ പറഞ്ഞു. 190 എത്ര നമുക്ക് അറിയില്ല. വളരെ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾ 1073 അല്ല 1200 ഉണ്ടായിരുന്നു. ഇപ്പം 49 പിടിച്ചിട്ടുണ്ടാവും. ഡെയിലി ഒരു 49 രൂപ പ്ലാറ്റ്ഫോം ഫീ എന്നാണ് പിടിക്കും. അപ്പോൾ അത് സമയം നോക്കട്ടെ. 4:30ക്കും 5ൻ്റെ അടക്കണ പൈസ പിടിക്കുന്നത് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഈ പമ്പിൽ വന്നപ്പോൾ 1100 ഉണ്ടായിരുന്നു. അപ്പോൾ 1053 അപ്പോൾ 49 രൂപ പിടിച്ചിട്ടുണ്ടാവും. ഡെയിലി പ്ലാറ്റ്ഫോം ഫീ ആണുണ്ട്. ഊബർ 49 രൂപ പിടിക്കും. അപ്പോൾ ഇവർ ഇവിടെ എന്തൊക്കെയോ പോസ്റ്റ് ശരിയാക്കുന്നുണ്ട്. അതിന് ശേഷം ഇപ്പോൾ CNG അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വെയിറ്റിങ്ങിലാണ്. CNG വാണിംഗ് എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് CNG അടിച്ചിട്ട് ഓണാക്കുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഓഫാക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മളെ പോസ്റ്റൊക്കെ ശരിയാക്കി. ഇപ്പോൾ സമയം 5:45 1.25 മണിക്കൂർ പോയി നമ്മളത്. കുഴപ്പമില്ല. ഇതുവരെ ഓഫാക്കിയിട്ടാണ്. ഇനിയിപ്പോൾ ഓണാക്കട്ടെ. ഇനിയിപ്പോൾ ഈ 2 വണ്ടിയും പാടെ കഴിഞ്ഞാൽ നമ്മൾ CNG അടിക്കും. അപ്പോൾ ഇതിന് ഓണാക്കിയിടട്ടെ. CNG ബ്ലിങ്ങിങ് ആണ്. അങ്ങനെ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം 6:18 ആയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണൊരു വ്യത്യസ്ത പേര്. ഹായ് ഹി ഹി. അതാണൊരു വ്യത്യസ്ത പേര്. ഏകദേശം ഒരു DLFൻ്റെ ഒക്കെ ഏകദേശം ആയിട്ടാണ് കാണുന്നത്. ഇൻഫ്രയുടെ അവിടെയാണ് കാണിക്കുന്നത്. പിന്നെ ഏതായാലും ഡ്രോപ്പ് ചെയ്ത് നോക്കട്ടെ. ഇതൊരു ചെറിയ റോഡാണ്.
ഇന്നും ഉണ്ട് ഇന്നലത്തെ പോലെ നല്ല മഴക്കാറ് കാര്യങ്ങൾ. പക്ഷെ എങ്കിൽ ഈ മഴക്കാറ് മാത്രമേ ഉള്ളൂ, വലിയൊരു മഴ ഒന്നും ഇല്ല. ചെറുതായിട്ടൊന്നും ഇങ്ങനെ പെയ്യുണ്ട് എന്ന് തന്നെ ഉള്ളൂ. ഇന്നും അതേപോലെ നല്ല മഴക്കാറും കാര്യങ്ങളും ഇരുട്ടൊക്കെ മൂടിയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ആളടുത്തേക്ക് എത്താനായിട്ടുണ്ട്. 600 മീറ്ററും കൂടി ഉള്ളൂ. കലൂരിലേക്കാണ്. 36-40 മിനിറ്റ് കണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ട്. നേരത്തെ ഞാൻ CNG അടിച്ചപ്പോഴേ ഞാൻ അവിടുന്ന് നോക്കിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കൂടി പീക്ക് ടൈം ആയില്ല, 6:21. ഇപ്പൊ എന്തായാലും അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് ഉണ്ടാവും. എന്തായാലും അവിടെ എത്തിയിട്ട് കാണിക്കാം എത്ര റേറ്റ് കിട്ടി, എത്ര സമയം കൊണ്ട് എത്തി എന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മള് വൈറ്റില എത്തിപ്പെട്ടിട്ടുണ്ട്. വൈറ്റില നമ്മള് കലൂരിക്കുള്ള ട്രിപ്പ് കഴിഞ്ഞിട്ട്, കലൂരിൽ നിന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കലൂരുള്ള പള്ളിയിലേക്കായിരുന്നു ആ ട്രിപ്പ് ഉണ്ടായിരുന്നത്. ഒരു അമ്മയും ചെറിയൊരു കുട്ടിയും. കുട്ടി നല്ല രസത്തിൽ നല്ല ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് ലാസ്റ്റ് അപ്പിടുന്നൊക്കെ പറഞ്ഞ് സീനാക്കി. അങ്ങനെ നമ്മളിപ്പോ വൈറ്റിലെത്തിയിട്ടുണ്ട്. ടൈം 8:32 ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം കലൂരിക്കുള്ള ട്രിപ്പായിരുന്നു. ഒരു അമ്മയും ചെറിയൊരു കുട്ടിയായിരുന്നു. അത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് അവിടെ പള്ളി പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടായിരുന്നു. നല്ല ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് അവിടെ മെട്രോ സ്റ്റേഷന്റെ താഴെ കുറച്ചു നേരം നിർത്തിയിട്ടു. കുറച്ചു നേരം അല്ല, ഒരു 3/4 മണിക്കൂറോളം അവിടെ നിർത്തിയിട്ടു. വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല. പിന്നെ നമ്മള് ചെങ്ങമ്പുഴ പാർക്കിന്റെ അവിടെ, മെട്രോന്റെ അവിടെ കൊണ്ടുപോയിട്ട്, അപ്പൊ അവിടുന്ന് നമുക്കൊരു വൈറ്റിലയുടെ ട്രിപ്പ് അടിച്ച് 158 രൂപയുടെ ട്രിപ്പായിരുന്നു. അപ്പോ അത് ഇവിടെ വന്നിട്ട് ആ മേഡത്തിന് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. അപ്പൊ കുറച്ച് ചുറ്റി. അപ്പൊ ഞാനൊരു 4 കിലോമീറ്ററോളം ചുറ്റിയിട്ടുണ്ട്. 4 അല്ല, 2-3 കിലോമീറ്റർ ചുറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു 30 രൂപ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, 158 നമ്മുടെ ഏണിങ്സ്. 161 ക്യാഷ് കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഊബർ അവർക്ക് കൊടുക്കുന്ന ഓഫറാണ്. കാരണം നമ്മൾ ടോട്ടൽ അവരെ കയ്യിൽ നിന്ന് 161 മേടിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് 158 തരുന്നുണ്ട് ഊബർ. അപ്പോൾ ഊബർ കുറച്ചുകൂടി കൂട്ടിയിട്ടാണ് നമുക്ക് തരുന്നത്. ഊബർ അപ്പോൾ ഇതിൽ കമ്മീഷനൊന്നും എടുത്തിട്ടില്ല. ഊബറിന് ഈ ട്രിപ്പിൽ കുറച്ച് നഷ്ടമാണ്. അപ്പോൾ ഇത് അവർക്ക് പ്രൊമോഷൻ കൊടുത്തതാണ്. ഇത്ര 8.77 കിലോമീറ്റർ ഓടിയിട്ട് 161 രൂപ ആയിട്ടുള്ളൂ. ഞാനിതിലൊരു 30 രൂപയും പാടെ കൂട്ടി വാങ്ങിയിട്ടുണ്ട്. 190 ആ മേട ഇട്ടിട്ടുണ്ട്. കാരണം അത് അങ്ങനെയാണ്, കുറച്ച് കിലോമീറ്റർ ദൂരം ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ 158ന്റെ പുറമെ നമുക്കൊരു 30 രൂപയും പാടെ കിട്ടും. പിന്നെ ഇവിടെ റാപ്പിഡോ യാത്രയൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അതിന് മുമ്പുള്ള ട്രിപ്പ് കലൂരിക്കുള്ള ട്രിപ്പ് 218 രൂപ നമുക്ക് കിട്ടി. 229 രൂപ ടോട്ടൽ ക്യാഷ് വാങ്ങി. അതിലും വലിയ കമ്മീഷൻ ഊബർ എടുത്തിട്ടില്ല, ചെറിയ കമ്മീഷൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും മഴ പെയ്യുന്നുണ്ട്. എന്നും ഈ ഒരു സമയമാകുമ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്നും മഴ പെയ്യുന്നുണ്ട്. വലിയ മഴ പെയ്യുന്നില്ല, പക്ഷെ അതിൻ്റെ വരവ് കണ്ടാൽ വലിയൊരു മഴയുടെ വരവാണ്. ഇപ്പോൾ അവിടെ കറക്റ്റ് വൈറ്റില ഹബിൻ്റെ അവിടെയാണ് ഉള്ളത്. ഹബിൻ്റെ അവിടെ ഉള്ള കടവന്ത്ര റോഡാണിത്. അപ്പോൾ ഏതായാലും ഇനി അടുത്ത ട്രിപ്പ് ഇട്ടട്ടെ. ഇപ്പോൾ 8:34 സമയമുള്ളത്. നമ്മളൊരു 11 മണി വരെയൊക്കെ ഓടും. 11-12 മണി വരെ ഓടിയിട്ട് നേരെ റൂമിലേക്ക് പോകും. എന്നിട്ട് നാളെ രാവിലെ ഇറങ്ങാം. നമുക്ക് റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് റാപ്പിഡോയിൻ്റെ ഇന്റർഫേസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കസ്റ്റമർ ഉള്ളത് കാണിക്കുന്നത്. ഇവിടെ ആവാനും ചാൻസ് ഉണ്ട്. ഞാൻ കോൾ ചെയ്ത് നോക്കി, ആള് എടുക്കുന്നില്ല. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് അങ്ങോട്ട് യൂട്ടേൺ അടിച്ച് പോയോക്കാം. പിന്നെ റാപ്പിഡോയിലെ ഫസ്റ്റ് ട്രിപ്പാണ് ഇത്. കുറച്ച് നേരമായിട്ട് ക്യാൻസൽ ആവണമൊന്നുമില്ല. പിന്നെ വിഷ്ണു എന്നാണ് പേര് കൊണ്ടോ. അപ്പോൾ റാപ്പിഡോത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താ അവസ്ഥ ആവും അറിയില്ല. ഞാൻ എന്തായാലും ആളൊന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ റാപ്പിഡോൻ്റെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 200 രൂപ നമുക്ക് അതിൽ കിട്ടി. ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു അതിൻ്റെ. ഇതിലെന്തോ ഒരു 40 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. 201 രൂപയാണ് 200 രൂപ പറഞ്ഞ്. വേറെ ഒരു മേഡായിരുന്നു കയറിയിരുന്നത്. എന്താ വിഷു എന്നാണ് പേര് എഴുതിയിട്ടുള്ളത്. ഞാൻ വിഷ്ണു എന്നാണ് എഴുതിയത്. അപ്പോൾ വിഷു എന്നാണ് പേര് ഇതിൽ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ആള് ഫുള്ള് ഫോമിലേക്ക് കയറുമ്പോൾ തന്നെ ഹിന്ദിക്കാരിയാണ്. സ്റ്റേഷനിൽ എത്തിയിട്ട് ഇറങ്ങണില്ല. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. വണ്ടിയിൽ ഇരിക്കായിരുന്നു. നമുക്ക് പിന്നെ കുഴപ്പമില്ല, വേറെ ട്രിപ്പ് ഇട്ടോളം അവിടെ നിൽക്കാനൊരു കാരണമായല്ലോ. അപ്പോൾ തന്നെ ഒരു യാത്ര ട്രിപ്പ് അടിച്ചു. ഞാനത് ബൂസ്റ്റ് ചെയ്യുന്നതിനിടയിൽ അത് പോയി. ബൂസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ടില്ല ഈ ട്രിപ്പ് ഇല്ലാത്ത സമയത്ത്. ഏതായാലും അത് പോയി. ഇനിയിപ്പോൾ ഊബർ റാപ്പിഡോ എല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് എപ്പോഴാന്ന് നോക്കാം.
റാപ്പിഡോയിൽ ഇപ്പോൾ കിട്ടിയത് നമുക്ക് കമ്മീഷൻ അല്ലാണ്ട് കിട്ടി 200 രൂപ കിട്ടി. എത്ര കിലോമീറ്റർ പോകുന്നു നമ്മൾ കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് കറക്റ്റ് എനിക്കറിയില്ല എങ്ങനെ ഡീറ്റെയിൽസ് നോക്കണ്ടേന്ന്. അപ്പോൾ എന്തായാലും 200 റുപ്യ ലാഭം തന്നെയാണ് വൈറ്റിലെന്ന്. അങ്ങോട്ട് പോയത് 150 എന്തോ അല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് കിട്ടോളം വെയിറ്റ് ചെയ്യാം ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതുവരെ ആയിട്ട് ട്രിപ്പ് അടിച്ചിട്ടില്ല. നമ്മൾ പോവാനായി, സമയം പോവാനായി, 10 മണിയാവാനായി. 10 മണിയായി, 9:57 അപ്പോൾ നാളെ 6 മണിക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ എണീറ്റിട്ട് 6 മണിക്ക് ഇറങ്ങും. പിന്നെ 4 മണിക്കൊന്നും ഇറങ്ങണില്ല. 6 മണി പഴയ സമയം 6 മണിക്ക് ഇറങ്ങും. ഓക്കെ. അപ്പോൾ ഏതായാലും എല്ലാത്തിലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. റാപ്പിഡോ, ഊബർ, യാത്രി എല്ലാത്തിനും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. മുണ്ടമ്പാലം, വള്ളത്തോൾ നഗർ. ഒരു 10:10 വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തെറിക്കും, വള്ളത്തോളിലേക്ക് തെറിക്കും. ഒരു ട്രിപ്പ് കിട്ടിയാൽ ഭാഗ്യം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാക്കനാടൊക്കെ എത്തി നമ്മൾ ഓഫ്ലൈൻ ആക്കും. അപ്പം അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ അവസാനിപ്പിച്ച് റൂം എത്തിയിട്ടുണ്ട്. ഊബർ ഞാൻ ഓഫ് ചെയ്തു. 1627 രൂപക്ക് ഓടി. റാപ്പിഡോയിൽ പിന്നെ ഒരു 200 രൂപക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ യാത്രയിൽ നമുക്ക് ട്രിപ്പ് കിട്ടിയില്ല. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ട് പോന്നപ്പോൾ നമുക്കൊരു വെണ്ണലക്ക് ട്രിപ്പ് കിട്ടി 156. അവിടുന്ന് പിന്നെ കുറച്ചൊന്ന് പോന്ന് ഒരു കാക്കനാട് ഏകദേശം എത്താൻ നേരത്ത് പിന്നെ ഊബർ ഓഫ് ചെയ്ത്. ഏതായാലും ഇപ്പം ഇന്ന് എത്രയാണ് ഏണിങ്സ്? 1627 200 700 800 1827 രൂപക്ക് ഓടിയപ്പോൾ. അപ്പോൾ ഇനി ഇതിൽ ഊബറിന് നമുക്ക് കൊടുക്കാനുള്ളത് 346 രൂപ ഊബറിന് മൈനസ് കൊടുക്കാണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ നാളെ കാണാം. ബായ്, ഗുഡ് നൈറ്റ്.